നമസ്കാരം. പാവറട്ടിയിൽ ഒരു വർഷമായി നടന്നു വന്നിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവീകരിച്ച റോഡിൻ്റെയും കാനയുടെയും അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള റിപ്പോർട്ടിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. ചെറിയൊരു മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന തരത്തിലുള്ള ശോചനീയമായ ഇടുങ്ങിയ കാനകളാണ് പാവറട്ടിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ ഉന്നയിച്ച പ്രധാന വിഷയം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. സ്കൂൾ തുറന്നിട്ടുള്ള ജൂൺ 3-ാം തീയതി രക്ഷിതാക്കൾ കുട്ടികളുമായി സ്കൂളിലേക്ക് വരുന്നതിൻ്റെയും അതിൻ്റെ ഭാഗമായി വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വീതി കുറവായ റോഡിലൂടെയുള്ള യാത്ര എപ്പോഴും ദുരിതമാണ് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. 2,76,00,000 രൂപ സർക്കാർ ഖജനാവിൽ നിന്നും നമ്മുടെ പ്രിയങ്കരനായ MLA മുരളി പെരുന്നെല്ലി പഞ്ചായത്ത് അനുവദിച്ചു തന്നെങ്കിലും അതിൽ ആസൂത്രണത്തിൽ വന്ന പിഴവുകളും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ ആളുകളുടെ ഇടപെടലുകളും ബ്രോക്കർമാരുടെ ഇടപെടലും മൂലം ആ വിഷയങ്ങളിൽ അഴിമതി നടന്നുവെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു പദ്ധതി അത് ജനങ്ങൾക്ക് എങ്ങനെ ദോഷകരമാവുന്നതെന്നും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് പാവറട്ടി സ്കൂളിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഒരു നാടിൻ്റെ വികസനത്തിന് എത്ര അത്യന്താപേക്ഷിതമായ റോഡ് വികസനത്തിന് ആരാണ് തടസ്സം നിൽക്കുന്നതെന്നും അതിന് എന്താണ് മതിയായ പരിഹാരമെന്നും എത്രയും പെട്ടെന്ന് ഉന്നതമായ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. 905 പണിതിട്ടുള്ള കോവേന്തയുടെ സ്കൂളിൻ്റെ മതിൽ കയ്യേറ്റമാണെന്ന് കാണിച്ച് 2022 ഒരു സർവേ നടത്തുകയും ആ സർവേ പ്രകാരം കോവേന്തയിലെ പ്രിയോരച്ചന് PWD നോട്ടീസ് അയക്കുകയും അത് അനധികൃതമായി കയ്യേറ്റം നടന്നിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെന്നതിനാൽ പാവറട്ടിയിലെ സ്കൂൾ മാനേജറായ പ്രിയോരച്ചൻ 2006 അനധികൃതമായി നിർമ്മിച്ച പാവറട്ടി ഹോസ്പിറ്റലിൻ്റെ മതിലാണ് അനധികൃതമെന്നും ഞങ്ങൾ കയ്യേറ്റക്കാരെല്ലാം കാണിച്ച് മുനിസിപ്പൽ കോടതിയിൽ പരാതി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നിർത്തിവച്ചിരിക്കുന്നത്. ഇവിടെ ആരാണ് വികസനത്തിന് തടസ്സമായി മതിൽ പണിതിട്ടുള്ളതെങ്കിൽ സർക്കാർ അതിന് തക്കതായ അന്വേഷണം നടത്തി അത് ഉടനടി പൊടിച്ചു കളയുകയും ഈ പറഞ്ഞ വികസന മുരടിപ്പിൽ നിന്ന് പാവറട്ടിക്കാരെ രക്ഷിക്കണമെന്നും അതുപോലെ തന്നെ വിദ്യാലയത്തിന് കുട്ടികൾക്ക് പിഞ്ചുമക്കൾക്ക് വരാൻ സാധിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ മാറ്റണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു.